കൊച്ചി റിഫൈനറിയിലെ അപകടത്തിന് ശേഷം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ താമസിക്കുന്ന അയ്യൻകുഴി നിവാസികളെ കൈയൊഴിഞ്ഞ് കമ്പനി. നിവാസികൾക്കുള്ള ഭക്ഷണം നിർത്തിയതോടെ പട്ടിണി സമരവുമായി നിവാസികൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കുറേ നാളായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചു വരുന്നു. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ തീരെ വയ്യ. അത് ജനിച്ചപ്പോൾ മുതൽ അതിന് അസുഖങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എപ്പോഴും ശ്വാസം മുട്ടും അലർജിയുടെ പ്രശ്നങ്ങളും മാത്രമേ അതിനുള്ളൂ. ശ്വസിക്കാൻ ശുദ്ധവായു, അതുമാത്രമാണ് ഇവരുടെ ആവശ്യം. ജൂലൈ 8-ന് കൊച്ചി റിഫൈനറിയിലുണ്ടായ അപകടത്തെ തുടർന്നാണ് അയ്യൻകുഴി നിവാസികൾ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ താൽക്കാലിക താമസം തുടങ്ങിയത്. ഞങ്ങളിനി തുടർന്നും ഇതുപോലുള്ള സമരങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊരിക്കലും സാധിക്കില്ല. ഞങ്ങളിത് വീട് വിട്ടാൽ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കൊച്ചുകുട്ടികൾക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. 1.5 മാസത്തോളം നിവാസികൾക്ക് ലഭ്യമായിരുന്ന ഭക്ഷണ വിതരണം കമ്പനി തടഞ്ഞു. ശേഷം ഹോട്ടലിൽ നിന്നിറങ്ങി അയ്യൻകുഴിയിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യവുമായി കമ്പനി രംഗത്തെത്തിയതോടെയാണ് നിവാസികൾ പട്ടിണി കിടന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണ്. ഒരു വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് ഗവൺമെൻറ്റും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഓരോരുത്തരിക്കും പല സ്ഥലത്തേക്ക് നടന്നെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നടന്നിട്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് പണിക്ക് ഞങ്ങളിവിടെ ഈ ചോറ്റാനിക്കര വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുമോ? മലിനീകരണം രൂക്ഷമായ 9.5 ഏക്കർ സ്ഥലം കമ്പനി ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ റിപ്പോർട്ടിലും അയ്യൻകുഴി പ്രദേശം താമസയോഗ്യമല്ലെന്നത് വ്യക്തം. വെള്ളത്തിലും വായുവിലും മലിനീകരണ വസ്തുക്കളുണ്ടെന്നും മെഡിക്കൽ പരിശോധനയിൽ നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കണ്ടെത്തിയതാണ്. എന്നാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരോ കമ്പനികളോ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, കൊച്ചി.